കോൺഗ്രസിൽ ഇതൊന്നും പുതുമയല്ല. അവരൊക്കെ പറയുന്ന ന്യായീകരിക്കുന്നത് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ്, അതിഭയങ്കരമായ ജനാധിപത്യ ഒരു സംവിധാനമുണ്ട്, ആർക്കും അഭിപ്രായം പറയാം, പരസ്യമായി പറയാം, രഹസ്യമായി പറയാം എന്നൊക്കെ. നോക്കൂ, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ A.K. ആന്റണി ആദ്യ 2 വട്ടവും മുഖ്യമന്ത്രി ആകുന്നത് കരുണാകരന്റെ വീഴ്ചയെ തുടർന്ന് നേരത്തെ പറഞ്ഞ പോലെ ഡ്രോപ്പ് ചെയ്തോ അല്ലെങ്കിൽ എഫ് വിമാനത്തിൽ പറന്നിറങ്ങിയോ ഒക്കെയാണ്. പക്ഷെ A.K. ആന്റണി ആദ്യമായി മുഖ്യമന്ത്രി പട നയിച്ചു വന്ന മുഖ്യമന്ത്രി ആകുന്ന ഘട്ടത്തിൽ കരുണാകരൻ ഒരു ചെക്ക് വെച്ചിരുന്നു. അന്ന് ഞാൻ അവിടെയുണ്ട്, കരുണാകരന്റെ വസതിയിൽ. കാര്യം ഈ കൂടിക്കാഴ്ചകൾ നടക്കുന്ന റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെയുണ്ട്. അപ്പോഴാണ് ഒരു സംഘം, ഒരു എന്താ പറയുക, മീഡിയേറ്റർമാരുടെ ഒരു സംഘം വരുന്നു. മറ്റേ മീഡിയ പ്രവർത്തകരടക്കമുള്ളവർ ഒരു സമാധാനവും. അപ്പോൾ കരുണാകരൻ പറയുന്നു, എനിക്ക് നഷ്ടപ്പെട്ട 1.5 വർഷം തരൂ. അത് ചാരക്കേസിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച് ഇറക്കി വിട്ട് അദ്ദേഹം പൂർത്തിയാക്കേണ്ടിയിരുന്ന ഒരു ടേം ആയിരുന്നു. അല്ല, ആ ക്ലെയിം ചെന്നിത്തലയ്ക്ക് വേണം ഉന്നയിക്കാൻ. അല്ലേ, ഉന്നയിക്കാൻ വേണമെങ്കിൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക്. പക്ഷെ അവിടെ കരുണാകരൻ പുറത്തു വന്ന മാധ്യമങ്ങളോട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. കെ കരുണാകരൻ ഒന്നും പറഞ്ഞിട്ടില്ല, A.K. ആന്റണി ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല 2021. അതെ, എന്തായാലും ഈ സമയം ഏതാണ്ട് ആയി എന്ന് PCR നിന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് BJPയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിൽ അതിഭയങ്കരമായ ഒരു ഭിന്നതയും വലിയൊരു യുദ്ധവും നടക്കുന്നു എന്ന് പറയുന്നു. KCയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ BJP ഘടകം ആവശ്യപ്പെടുകയും അമിത്ഷാ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല. ഇവിടെ തരില്ല, AC ആസ്ഥാനത്ത് തന്നെ KC വേണുഗോപാൽ. ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ അമിത്ഷാ കുറച്ച് ബിസിയാണ്. ബംഗാളില് സത്യം പറഞ്ഞ, നാളെ അസമിൽ സത്യം പറഞ്ഞ, അതൊന്ന് കഴിഞ്ഞോട്ടെ, ഇതിനൊരു തീരുമാനമാക്കി തരാം.